പറഞ്ഞത് ശവന്തിനികൾ എന്നാ. പക്ഷെ ഞാനും കേട്ടിരിക്കുന്നു ശവന്തിനികൾ ബലൊക്കെ അങ്ങനത്തെ ഒന്നും ജീവിച്ച് വലുതായതായിരിക്കും, എനിക്ക് പറയാൻ കഴിയില്ല. അതിക്ക് ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കുമല്ലോ, 100% ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ നിന്നില്ല, എന്റെ കുടുംബം നിന്നില്ല, എന്റെ നാട്ടുകാർ നിന്നില്ല. UAE ക്യാൻസൽ ചെയ്തു. ഒരു പെട്ടിയിൽ ഒരു മരിച്ച മനുഷ്യനെ വലിയ കയറ്റി വിട്ട് തന്ന ഒറ്റ പെട്ടിയിൽ 100,000 ഒന്നും ഞാൻ പറയുന്നുണ്ട്, ഒരൊറ്റ എന്നാ വലിയ. ഇതിലുള്ള ആരെങ്കിലും ഒരു മനുഷ്യന് ഇന്ത്യ അടുത്ത് വന്ന് പറയാ അസറക്ക നിങ്ങൾ ഇത്ര പൈസ എന്നോട് മേടിച്ചു പറഞ്ഞാല് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്നാണ് ഇന്നൊരാൾ തെരഞ്ഞെടുത്ത് ആ പ്രവാസിയോട് ഞാൻ തിരിച്ചു കൊടുക്കും. നമസ്കാരം, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് അറിയിക്കേണ്ട ഒരു വ്യക്തിയല്ല, എല്ലാവർക്കും അറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 16,000-ൽ ഏറെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിൽ, ഇവിടെ മരിച്ച ആളുകളുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിൽ സഹായിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവാസി ഭാരതി പുരസ്കാരം നേടിയ വ്യക്തി ജനാബ് അഷ്റഫ് താമരശ്ശേരിയാണ്. നമസ്കാരം. അസ്സലാമു അലൈക്കും. അപ്പോഴേ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുണ്ട്, അഷ്റഫ്ക്കയുടെ ഇൻ്റർവ്യൂകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു മനുഷ്യനില്ലല്ലോ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അഷ്റഫ്ക്കയെ പോലെ വേറൊരു മനുഷ്യനില്ല. അഷ്റഫ്ക്കക്ക് തുല്യം അഷ്റഫ്ക്ക മാത്രമാണ്. അത്രയും മൃതദേഹങ്ങളാണ് നാട്ടിലേക്ക് കയറ്റുക. ഇങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തനം സൗജന്യമായി ചെയ്യുക എന്ന ഒരു ഇതിന് തന്നെ പലർക്കും പ്രചോദനമായതും അഷ്റഫ്ക്കയുടെ പ്രവർത്തനം തന്നെയാണ്. അഷ്റഫ്ക്കയാണ് അങ്ങനെ ആദ്യമായിട്ട്. മറ്റേത് മരണം നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം വല്ലാതെ വേവലാതിയോട് കൂടിയിട്ട് നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ആണ് അഷ്റഫ്ക്ക ഈ രംഗത്ത് മുന്നിട്ടിറങ്ങുകയും അത് വളരെ ലളിതമായിട്ട് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ അഷ്റഫ്ക്കയെ വിളിക്കാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലയിടത്തുനിന്നും പല വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ വരിക എന്ന് ചോദിച്ചാൽ ഈ മൃതദേഹം ഇങ്ങനെ കയറ്റി അയക്കാം, അങ്ങനെ കയറ്റി അയക്കാം, എംബാമിങ് ഇങ്ങനെ നടത്താം, അങ്ങനെ നടത്താം, യാതൊരു ചെലവും ഇല്ല, കോൺസുലേറ്റിൽ നിന്ന് മുഴുവൻ പൈസയും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പലതരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ആളുകൾ ആകെ ഒരു എന്ത് എന്നറിയാത്തൊരവസ്ഥയിലുണ്ട്. പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടിയിട്ട് ആരെ വിളിക്കണം എന്നുള്ളത് ചോദിച്ചപ്പോൾ എനിക്ക് രണ്ടാമതൊരു ചോദ്യമില്ല. അത് ശരിക്കും വിളിക്കേണ്ടത് അഷ്റഫ് താമരശ്ശേരിയെ തന്നെയാണ്. കാരണം അദ്ദേഹമാണിത് പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി. അപ്പോൾ അഷ്റഫ് ഖാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നിരന്തരമായിട്ട് എംബാമിങ്ങിന് ഇത്രയാണ് ചിലവ്, മറ്റേ ഈ ഫ്ലൈറ്റ് ചാർജ് ഇത്രയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം? ഇതിന് വല്ല യാഥാർത്ഥ്യമുണ്ടോ? നാസർക്ക, ഞാൻ നിങ്ങൾ വിളിച്ചപ്പോഴാണ് ഇവിടെ വന്നത്. ഈ ആരോ വാട്സപ്പിലും ഇതിലും ഒരു മറുപടി ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സമയൻ്റെ കയ്യിലില്ല. മനസ്സിലായെങ്കിൽ സത്യം. നമ്മളെ ലോകത്ത് കള്ള പഠിച്ച് ഇറക്കുന്നതിനാ ആ കയ്യിൽ ഉപദ്രവം ചെയ്യാണ്ട് അതിനാ ഞാൻ പഠിച്ച മതം അതാ. പിന്നെ ഒരാൾ മരണപ്പെട്ടാൽ ഒരടക്കം ചെയ്ത എല്ലാവരും ഉത്തരവാദിത്വം തന്നെ. ആ മതത്തിൽ കൂടി നീങ്ങുന്ന ആളാണ് ഞാൻ. പിന്നെ നിങ്ങളിപ്പോൾ 1-2 കാര്യം നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ് 1-2 കാര്യം കറക്റ്റായിരിക്കും. അപ്പം എനിക്ക് ഓർമ്മയില്ല, അള്ളാഹ്ക്കും എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോസിൻ്റെ പറഞ്ഞത് 400 റുപ്യ മുതൽ 600 റുപ്യ വരെ 1000 റുപ്യ വരെ അത് ബോസിന് പറഞ്ഞു. കറക്റ്റല്ലേ? അതെ, ആണ്. ആ വീഡിയോയിൽ കറക്റ്റാണ്. അങ്ങനെ ഒരു നിയമം UAE-ലില്ല. സത്യം. ഒന്ന്. രണ്ടാമത് UAE ഗവൺമെൻറ് ആയത്, UAE ഗവൺമെൻറ് സംഭവം. ഇത് വേറെ ആൾ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ആൾ കൊണ്ടുപോയി ബന്ധായിക്കൊണ്ടാണ് ഇതിൽ നമ്പറും കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ഈ പെട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതിന് മാന്യ നടപടി അവരെന്നെ എടുക്കും. സത്യാനുകൂലം എല്ലാവരും കൊണ്ട് ഇവർ പറഞ്ഞത് 100% കറക്റ്റായിരിക്കും. കാര്യം എന്താ, 600 റുപ്യ കിട്ടിയാലോ 400 റുപ്യ കിട്ടിയാലോ 1000-1200 ദിർഹംസ് ലാഭ കുടുംബത്തിന് കിട്ടുക പൈസ. അതെ അതെ അതെ. അപ്പൊ എന്റെ ഈ ശരിക്കും എംബാമിങ്ങിന്റെ ഈ പെട്ടിയുടെ എത്രയാണ് അതിന്റെ? ഇതിന്റെ ഒരു 10-16 ബോഡി ഞാൻ കയറ്റി വിട്ടിരുന്നു. അതെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ ഇവര് പറയുന്നുണ്ട് ഇവിടെ അടക്കം ചെയ്തില്ലാന്ന്. 12,000 മയ്യത്ത് അടക്കം ചെയ്തിരിക്കുന്നു. കുറെ മയ്യത്ത് ദയിപ്പിക്കാൻ സഹായിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു അബുദാബി പോയില്ല, അബുദാബിയുടെ മയ്യത്ത് വരാനും കയറ്റി വിട്ടില്ല. ഒരു 500-500 അബുദാബിക്കാരെ മയ്യത്ത് ചാർജ് ചെയ്തു ദുബായിൽ ഞാൻ കയറ്റിട്ടിരിക്കുന്നു. അബുദാബിക്കാർ പറഞ്ഞിട്ടില്ല. ഇത് വീഡിയോ ഇപ്പം പല ആളും നിങ്ങളെ വീഡിയോ കാണുക. നിങ്ങൾ ഇത്രയും ഇവിടെ
പാരമ്പര്യമുള്ള ആള്. അതെ. ഒരു സോനാപ്പൂര് ഒരു പെട്ടിക്ക് 1840 ദിർഹംസ് കൊടുക്കണം. അതാണ് 600 രൂപ എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ് അല്ലേ? ഇത് കേൾക്കുന്നത് ഇത് നോക്കിക്കില്ല, ഇത് മലയാളികളെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. വേറെ ഇന്ത്യക്കാരും വെച്ചാലോ ഒരാരും പരാതി അറിയില്ല. ഒന്ന് ഇവിടെ കമ്പനിക്കാര് ഒരു വിവരം വിളിച്ചില്ലാത്ത കമ്പനിക്കാരാണോ മാനേജർമാരും മുതലാളിമാരൊക്കെ ആണോ? അല്ല, 10,000, 3,000, 10,000 നമ്മൾ യൂസ് ചെയ്യാൻ എത്രയോ ജോലിക്കാരല്ല ഓരോ ആൾക്കാർ മരിക്കുന്ന. രണ്ടാമത് പിന്നെ അവിടുത്തെ ഇൻഷുറൻസ് കമ്പനിക്കാർ വെറുതെ ആൾക്കാർക്ക് പൈസ കൊടുക്കുമോ? ഇവർ ഈ പൈസ ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കും. 400-600 രൂപ പെട്ടിക്ക് 1950 കമ്പനിക്കാർ കൊടുക്കും. 1-2 പ്രാവശ്യം ആളെ പറ്റിക്കാൻ കഴിയും, മൂന്നാമത് പറ്റിക്കാൻ കഴിയോ? ഞാൻ ഈ ഫീൽഡിൽ 24 വർഷമായി. 24 വർഷമായി. പിന്നെ രണ്ടാമത്തെ പേര് പറഞ്ഞത് ശവന്തിനികൾ എന്നാണ്. പക്ഷെ ഞാനും കേട്ടിരിക്കുന്നു ശവന്തിനി വിലൊക്കെ അങ്ങനത്തെ ഒന്നും ജീവിച്ച് വലുതായതായിരിക്കും, എനിക്ക് പറയാൻ കഴിയില്ല. അത് ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കുമല്ലോ, 100% ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ നിന്നില്ല, എന്റെ കുടുംബം നിന്നില്ല, എന്റെ നാട്ടുകാർ നിന്നില്ല. എന്റെ പേര് അറിയില്ല. ഞാൻ പറഞ്ഞതിന് മറുപടി അറിയാം. ആരായാലും ഒരു മരിച്ച മയ്യത്തിന് അതിനൊരു ബഹുമാനം കൊടുക്കണം. അതെന്നെ പഠിപ്പിച്ച്. ഇനി ഹിന്ദു ആയാലും മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, യഹൂദന്മാരായിക്കോട്ടെ, യഹൂദന്മാരെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എണീച്ച് നിന്ന് മതത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാണ്ട് ആ മയ്യത്ത് തിന്നുന്ന മയ്യത്ത് തീനികൾ എന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാവരും അതിൽപ്പെട്ട് ഈ പറയും നിങ്ങളും പെട്ടേ. ഞാനടക്കം എത്രയോ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ അശോകയുടെ സഹായത്തോടുകൂടി എത്രയോ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പൊ 2 ഞാൻ പറഞ്ഞത്. ഇനി ഇപ്പോ 2 കർത്താർ ഒന്നും ശാന്തി. അപ്പൊ അതുപോലെ പാരമ്പര്യം ഒരു പറയുന്നതായിരിക്കും. അതുപോലെ ശമ്പളമായിട്ട് പോലും അതായിട്ടായിക്കോട്ടെ. വൈദ്യുതി തിന്നുക്കോങ്കിൽ ഓൽക്കും കുടുംബത്തിനൊക്കെ അത് തന്നെ കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന പൈസ കുറഞ്ഞു. മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ ശരി എന്ന് പറഞ്ഞ കാര്യം, കൗൺസിലിൽ പൈസ ഉണ്ടതാ. ആ പൈസ പോലും അറിയുന്നത് ഈ പൈസ ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടു പറഞ്ഞു. അതിലൊരുത്തരുടെ വാപ്പ വെച്ച് 10,000 രൂപ അയക്കുന്നത്. അതിൽ 2 മയ്യത്ത് കൊണ്ട പിന്നെ 5,000 ദിവസം കമ്പൽസറി കിട്ടും. അത് 100% കറക്റ്റാ. ഈ കേൾക്കുന്നവരൊക്കെ ഈ മീഡിയ കാണുന്നവരൊക്കെ ഇതെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. നാസർ ഇത് അതാണ് അത്രയും പറയുന്നത്. കൗൺസിലേറ്റിൽ നിന്ന് ഇത്ര പൈസ 1.5 കോടി എല്ലാവരും കൂടി കിട്ടി 2023 അതായത് ഇത്ര അങ്ങനത്തോടെയാ പറഞ്ഞത്. 22,58 ലക്ഷം 23. പക്ഷെ അത് 100% കറക്റ്റാ. ഒരു മയ്യത്ത് ഏറ്റിട്ടാൽ 4,000 രൂപ ദിർഹംസ് ഈ എന്താ ആർക്കാ പറഞ്ഞത് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നതാണ്. അത് ഓക്കെ. നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ആണ് ഈ ഇന്ത്യൻ കൗൺസിൽ എംബസിയും. ഇന്ത്യൻ എംബസി പറഞ്ഞാൽ ഇന്ത്യൻ അംബാസിഡറാണ് നമ്മളെ പ്രധാനമന്ത്രി പ്രവാസികളല്ലേ. അതാണ് ഞാൻ പഠിച്ചത്. ഈ ഇന്ത്യ ഒരു വർഷത്തിൽ 2,000 ആളോളം ഇന്ത്യക്കാർ മരണപ്പെടും യു.എയിൽ അല്ലേ. എന്നിട്ട് പിന്നെ ഇതിൽ വേറൊന്നും പറയുന്നുണ്ട്. ഒരു 10-15 എണ്ണാകുമ്പോൾ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് കൗൺസിലിറ്റി കൊടുത്തിട്ട് പൈസ വാങ്ങുന്നു. അത് കറക്റ്റായിരിക്കും. നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന് പോലീസിന്റെ CBI ഇന്റർപോളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ എന്താ വേറെ എടുത്തെന്ന് പറഞ്ഞാൽ വിവരാവകാശ കമ്മീഷൻ. അതിലെടുത്ത് എല്ലാവരും പേരും വരുന്നുണ്ടാവും. പൈസ മാടിച്ചാൽ എല്ലാവരും പേരുണ്ടാവും. ഉൾപ്പെടുത്തിക്കൂടെ? ഇത് ലോകത്തുള്ള എല്ലാ മലയാളികളെയും വേറെയുള്ള ആൾക്കൊന്നും ഇത് മൈൻഡ് ചെയ്യില്ല. കുറഞ്ഞ മലയാളികൾ മൈൻഡ് വെച്ചിട്ട് ഓലാണ് തെറ്റിദ്ധരിപ്പിച്ച് എല്ലാവരെയും ആവശ്യമില്ലാത്ത കാര്യം തെറ്റിദ്ധരിപ്പിച്ച് യു.എയിൽ നിയമവിരുദ്ധ. സത്യം അങ്ങനെ ഇനി വലിപ്പം പറയുന്നുണ്ടല്ലോ വീഡിയോയില്, നാട്ടിൽ പോയിട്ട് നാട്ടിൽ പേര് പറഞ്ഞാൽ മതി. ഇവിടെ പറയണല്ലോ നാട്ടിൽ പേര് അറിയട്ടെ, ആളെ പേര് അറിയട്ടെ. ഞാൻ ഈ മീഡിയയിൽ നിങ്ങളെടുത്താ പറയുന്നത്, ഇത്രയും മയ്യത്ത് കയറ്റിവിട്ടെ ഓരോ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണും 100% ഉറപ്പാ. ഒരു ദിർഹംസ് അസ്രഫ മാടിച്ചിരുന്നു, അല്ല ഓരോട് ചായ മാടിച്ചു കുടിച്ചിരുന്നു. അല്ലാണ്ട് നിങ്ങളെ മയ്യത്തിൽ വന്ന് നമ്മൾ ചായ കുടിച്ചിരുന്നു. ചായ പോലും അത് പിന്നെ ചോറ് വിളിച്ചാൽ അധികം വരാറില്ല. ഞാൻ ചായ അത് തന്നെ നമ്മളൊക്കെ വിളിച്ചാലും ഈ മീഡിയ കാണുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നത് ഇതിലുള്ള ആരെങ്കിലും ഒരു മനുഷ്യന് ഇന്ത്യ അടുത്ത് വന്ന് പറയാ അസറക്ക നിങ്ങൾ ഇത്ര പൈസ എന്നോട് മാടിച്ചു പറഞ്ഞാല് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്നാണ് ഇന്ന ഒരാൾ തെരഞ്ഞെടുത്ത്. ആ പ്രവാസിയോട് ഞാൻ തിരിച്ചു കൊടുക്കും ഇന്ത്യ ഗവൺമെന്റിന്. ഒരാൾ സത്യസന്ധമായിട്ട് പറയണോ, വില കൂടുതലുള്ളവര് ഇന്റെ വാപ്പ വെച്ചിട്ട് 10,000 അതല്ല, എന്നിട്ട് 4 ആളുടെ വന്ന് പറയാ അസറക്ക ഇത്ര പൈസ മാടിച്ചു പറഞ്ഞാല്, അല്ലെങ്കിൽ ചായ കുടിച്ചെന്ന് പറഞ്ഞിട്ട് പൈസ പോട്ടെ വന്ന് പറഞ്ഞാൽ ഇത്രയും ഉറപ്പാണ്. മീഡിയയിലും എന്നാ പറയും, ലോകത്തെ ജനങ്ങൾ കണ്ടിട്ടാണ് ഈ പറയുന്നത്, ഞാൻ തിരിച്ചു കൊടുക്കും. പിന്നെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുകയും ചെയ്യും. പിന്നെ യു.എ ക്യാൻസൽ ചെയ്തോളാം, അതും ഞാൻ ചെയ്യും. എനിക്ക് ഒരു പേടിയില്ല. പിന്നെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ കൗൺസിലിന്റെ പൈസ എന്താ പറയുന്നത് 4,000 രൂപ ഒരു അന്വേഷിച്ചോട്ടെ. ഒരു ദിർഹംസ് കൗൺസിലിക്ക് പൈസ നിന്ന് അതിൻ്റെ പേരോ വന്നാൽ ഞാൻ പറയുന്ന പോലെ ചെയ്യോ? ഒരറിയാം ഞാൻ ചെയ്യും.
പിന്നെ ഈ ഒരു സംഭവം നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാ മനുഷ്യന്മാരെയും വിഡ്ഢികളാക്കാറുണ്ട്. കുറേ മനുഷ്യന്മാർ നല്ലേ ചെയ്യും. ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ വന്ന ശേഷം സമാധാനമല്ല, ഒരു മനസ്സിലൊരു എല്ലാവരും പറയുന്നതാണ് മാണോ ചെയ്തോട്ടെ. മലയാളികൾ മൊത്തം ഇത് പറയുന്നത്. അതെ, മലയാളികൾ വിളിച്ചാൽ ഒരു മാണോ ചെയ്തോട്ടെ എന്നറിയാം. വേറെ ആൾക്കാർക്കൊന്നും തൊന്തരവില്ല. ഇല്ല, ഒരു അറിവ് കൊടുത്താൽ ചെയ്തു കൊടുത്താൽ അതിന് ഇതില്ല. എല്ലാ മലയാളികളും അല്ല കേട്ടോ പറയുന്നത്, ഈ കുറച്ച് ആൾക്കാരെ. അല്ല, ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ പല ആളുടെയും മനസ്സിൽ വല്ലാത്ത വേദന, കാരണം അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ വല്ലാത്ത വേദന. ഇത് അഷ്റഫ് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അഷ്റഫ് പോലുള്ള ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ ഇത് ഇടയാവുമല്ലോ എന്നുള്ളത്. വാസ്തവത്തില് ഈ സമൂഹത്തിന്റെ ഇടയിൽ അഷ്റഫ് പോലെയുള്ള ആൾക്കാരില്ല എങ്കിൽ ഈ പെട്ടെന്ന് മരണപ്പെടുന്ന ആൾക്കാർ ആകെ, ബന്ധുക്കൾ മരണപ്പെടുമ്പോഴാണല്ലോ അഷ്റഫ് സമീപിക്കുന്നത്, അവരാകെ അങ്കലാപ്പിലാകുന്ന ഒരു സമയമാണ്. ഇന്നലെ എയർപോർട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വീഡിയോ ആടെ എല്ലായിടത്തും മലയാളികളുണ്ട്, ഓഫീസ് പോയി കാണിച്ചു കൊടുക്കാണ്ടിരിക്കുന്നില്ല, എല്ലാ സ്ഥലത്തും ചെയ്യും. അതാണ് നല്ലതാ. എന്നോട് പറഞ്ഞ അസ്രം എത്രയും ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച്. അപ്പൊ എന്നോട് പറയുന്നതാണോ ഓല് പറഞ്ഞോട്ടെ, ഒരു അള്ളയായിട്ടായിക്കോട്ടെ, ഇനി എന്റെ ബൈക്ക് എന്നെ പോയി ഞാൻ ഭാഗം വേണ്ടിയൊക്കെ ഉണ്ടാകും. അത്രേ ഉള്ളൂ. പട്ടികൾ കുരക്കട്ടെ സാർത്ഥവാഹക സംഘം എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മുമ്പ് തന്നെ അനുഭവിക്കും. പക്ഷെ ഞാൻ തെറ്റിയതാ ഞാൻ അനുഭവിക്കും. 100% എനിക്ക് പേടിയില്ല. ഓല് തെറ്റ് ഓലും ഓരോ മക്കളോ കുടുംബവും ഇത് അനുഭവിച്ചേ പറ്റൂ. പിന്നെ കയ്യിൽ നിന്ന് ബന്ധപ്പെട്ട മനുഷ്യന്മാരും ഇവരുമായിട്ടൊരു കച്ചവടം ഇങ്ങനെ നിൽക്കാൻ. അതാണ് എനിക്ക് ഈ പ്രവാസിയോട് പറയാനുള്ളത്. ഈ മയ്യത്തിനെ പറ്റി ശവം എന്ന് പറഞ്ഞ പേര് ഇതിലും വലുത് നമുക്ക് ചെയ്യും. ഇങ്ങനത്തെ പറയുന്ന ആൾക്കാർ ചെയ്യൂലേ അത്രക്ക ഇവരായിട്ട് ബന്ധോ എന്തുണ്ടെങ്കിലും അതങ്ങ് ഒഴിവാക്കിയാളാ ഇവരെ കുടുംബമായിട്ട്. അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അതൊക്കെ ഈ പ്രവാസിയോട് പറയാനുള്ളൂ. എന്നെ സ്നേഹിക്കുക പ്രവാസിയോട് 4-5 ലക്ഷം ആളുടെ പേജുള്ള എടുത്തതാണ് ഞാൻ. ഈ പേജിൽ ഞാൻ ഇതിട്ടു അസ്രങ്ങൾ ഇതിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാർ ആരെങ്കിലും ആൾ കട്ടെ. അല്ല ഇങ്ങോട്ട് ഒരാൾ വിളിച്ചാൽ എന്നോട് പറയണ്ട അസ്രക്ക് അത്ര പൈസ അടിച്ച് അറിയട്ടെ. അല്ല, എന്റെ അനുഭവത്തിൽ തന്നെ അഷ്റഫയുടെ എത്രയോ, കാരണം എന്നെ ആൾക്കാർ പലരും മീഡിയക്കാരെന്നുള്ളവർ സമീപിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അഷ്റഫ് വിളിക്കും. അഷ്റഫ് അതിന് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ച് അവസാനം മൃതദേഹം കൊണ്ടുപോകുന്ന അവസരം വരെ അഷ്റഫ് ഉണ്ടാവും. അതിനിടയിൽ നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കഴിച്ച് തന്നെ എന്തെങ്കിലും പറഞ്ഞ് മാറിക്കളയും എന്നല്ലാതെ അഷ്റഫ് ഒരു ഊണ് പോലും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചായ കുടിക്കാൻ നമ്മളൊക്കെ സ്നേഹത്തിന്റെ മുകളിൽ വിളിച്ചാൽ പോലും കഴിയുന്നതും രക്ഷപ്പെടും. അതുമാത്രമല്ല, ഒരിക്കൽ ഇതേപോലെ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഇങ്ങോട്ട് ചായ വാങ്ങി തന്ന സന്ദർഭമുണ്ട്. പൈസ കൊടുത്തിട്ട് അഷ്റഫ് പോയി കളഞ്ഞു. എനിക്ക് ആൾക്കാർ തരുന്ന പൈസ ചോദിക്കണമല്ലോ, തരുന്ന പൈസ മാറ്റാൽ 1,00,000 ദിർഹംസ് എനിക്ക് മാസം കിട്ടും. തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ കിട്ടും. ഒരാൾ പറയട്ടെ, ഈ മീഡിയ എന്ന് പറയട്ടെ. അല്ലെ നാസർ ഖാൻ ഒരു സുഖാരം പറയട്ടെ, നാസർ ഖാൻ അത്ര പൈസ മേടിച്ചത് നിങ്ങൾ ഞാൻ പറഞ്ഞു. എന്റെ കിട്ടിയ 1,40,000 ആളെ തരുന്ന ഒരാളെ ഞാൻ ഇത് ഒഴിവാക്കിയാൽ ഞാൻ അഷ്റഫ് വെല്ലുവിളിക്കുകയാണ് ഇത്തരം വീഡിയോകൾ ഇടുന്ന ആളുകളെ. അഷ്റഫ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങിയെന്നോ കോൺസുലേറ്റിൽ നിന്ന് പണം വാങ്ങിയെന്നോ തെളിയിക്കുകയാണെങ്കിൽ അഷ്റഫ് അവർ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരം വീഡിയോ ഇടുന്ന ആളുകൾ ഇത് തെറ്റാണ്, തങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പ്രതിഫലം ചെയ്യും എന്നറിയണം. അഷ്റഫിനോട് നേരിട്ട് മാപ്പ് ചോദിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. നേരിട്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക് മീഡിയയിൽ ഞാൻ എന്താ വെല്ലുവിളിക്കുന്നു, ഈ മീഡിയയിൽ തന്നെ അവർ തയ്യാറുണ്ടോ ഇത് സത്യം ഇതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ അവർ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വീഡിയോകൾ ഇടുന്ന സമയത്ത് ആളുകൾ പലർക്കും സത്യം അറിയില്ല. എന്നെപ്പോലെ ഇപ്പോൾ അഷ്റഫെ സമീപിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഈ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല, ഞങ്ങളെയാണ് ആൾക്കാർ സമീപിക്കുക. അപ്പൊ നേരെ അഷ്റഫെ വിളിക്കും, അഷ്റഫെ ചെയ്തു കൊടുക്കും. ആ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്റഫെ പോലെയുള്ള ആളുകൾ ഇല്ലെങ്കിൽ വല്ലാതൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പൊ അത്തരം അഷ്റഫെ പോലെയുള്ള നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്യുന്ന ആളുകളെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ദയവായിട്ട് നിങ്ങൾ ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ എല്ലാ നോക്കുക, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക. അതാണ് ഞാൻ അഷ്റഫെ വിളിക്കാൻ തന്നെ കാരണം. ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ ഇത് ഇതിന്റെ സത്യസന്ധത ആൾക്കാർക്ക് തെളിയിക്കണം. കാരണം അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായി അത് ശരിയാണോ, അഷ്റഫ് പൈസ വാങ്ങുന്നുണ്ടോ എന്ന്. അത് വലിയ പാപമാണ് ചെയ്യുന്നത്. ഒരാളോട് ചെയ്യാൻ പാടില്ലാത്ത പാപമാണ്. ഇത്രയും കാലം ഈ മനുഷ്യന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരാളെ ഈ ഒരു 22 വർഷത്തിന് ശേഷം സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാടുക. അതുകൊണ്ട് അഷ്റഫെ നേരിട്ട് വിളിച്ചു. അതുകൊണ്ട് തന്നെ അഷ്റഫെ വിളിച്ചപ്പോ ഞാൻ വിളിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം സന്തോഷത്തോടു കൂടി വരിക. അല്ല, ഞാൻ വരില്ല, നമ്മൾ ഇതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവർക്ക് അതന്നെ കൊടുക്കും പ്രതിഫലം.
നമ്മൾ കൊടുത്ത ആവശ്യം അല്ല. ഇത് പിന്നെ അത് മാത്രം പോരാ, അവർ ശരിക്കും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് മാപ്പ് ചോദിക്കാൻ ബാധ്യസ്ഥ. ആളെ പേരറിച്ചാ പോരെ, ആളെ പേരറിട്ടെ, എന്തിന്റെ പേടിക്കേണ്ട ആവശ്യമോ? അപ്പൊ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ശരിക്കും ഒരു മൃതദേഹം കയറ്റി അയക്കാൻ എത്രയാണ് ചെലവ് വരുന്നത്? ഒരു മൃതദേഹത്തിന് 1950 രൂപ പെട്ടിക്ക് കൊടുക്കണം, 1296 രൂപ ഇതിന് കൊടുക്കണം, 1290 കൊടുക്കണം എംബാമിങ്ങിന് കൊടുക്കണം. പിന്നെ അതിൽ ആംബുലൻസ് പോയിട്ട് കേട്ടോ, എന്നിട്ട് ആംബുലൻസ് പോയിട്ട് ആ പൈസ വരും. പിന്നെ 2896 രൂപ കാർബൺ കൊടുക്കണം. പിന്നെ ഇത് ഫോറൻസിക്കിന്റെ പേപ്പർ ആണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കും. അതിന് ചിലവർ 50 ആവും, 100 ആവും, നമ്മൾ അറിയുന്നതിനെ കൊണ്ട് 50 ചെയ്തു തരും, അല്ലെങ്കിൽ 150 200 ആവും ട്രാൻസ്ലേഷൻ സ്റ്റാമ്പ് വേണമെങ്കിൽ. പിന്നെ ഈ ഡെസർട്ടിൽ എടുക്കാൻ 105 ദിർഹംസ് ആണോ? അതെ. നമ്മളാരൊന്ന് പറയുന്നത് 110 മതി, 115 എണ്ണമാണ്. 2 ഡെസർട്ട് ഇംഗ്ലീഷ് അറബി കിട്ടും. പിന്നെ ടൈപ്പ് ചെയ്യാൻ ദുബായിൽ നിന്ന് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ 100 ആവും, 80 ആവും. നമ്മൾ അറിയുമ്പോൾ ഷാർജയിലാകുമ്പോൾ 50 രൂപ 60 രൂപ വാങ്ങും. അപ്പോൾ നമ്മളുള്ള പിന്നെ ഈ കോപ്പി എടുക്കുമ്പോൾ നമ്മൾ ഷാർജയിലാണെങ്കിൽ ഒരു 10 70 രൂപ 60 രൂപ കോപ്പിക്ക് വേണം. ഷാർജയിലാകുമ്പോൾ അറിയാം കറവക്കാരുണ്ട്, അൽനാസാരൊക്കെ ആണെങ്കിൽ ഓല് ആട് മുതലാളിമാർ പറഞ്ഞാൽ എപ്പം വന്നാലും കോപ്പി എടുത്ത് കൊടുക്കുക. ആ കോപ്പി കാർഡ് എടുത്താൽ ആ പൈസ കുറച്ചിട്ടു. അപ്പൊ നമ്മളോട് ബന്ധപ്പെട്ടിരുന്നു, അല്ലാണ്ട് വില ആൾക്കാരെ കൊണ്ട് തരുന്നതല്ല, ഈ വീഡിയോക്കാരൊന്നും. പിന്നെ ഇത്ര പൈസ ചെലവ് വരും, 6100 രൂപ ചെലവ്, 6500 രൂപ താഴെ വരും എന്തായാലും മയത്തിന്. പിന്നെ വേറെ സ്ഥലത്തേക്ക് എമറേറ്റ്സിലോ പോകണമെങ്കിൽ 8000-10000 വരും. പിന്നെ ഇവര് പറയുന്ന ഈ സോഷ്യൽ വർക്കർ പറയേണ്ട ആവശ്യമില്ല, ഏജൻസിക്കാർ പറയേണ്ട ആവശ്യം. ഏജൻസിക്കാന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം ലൈസൻസ് എടുത്ത് തുടങ്ങുമല്ല, ഓരോരുത്തർ ബിൽ പോകേണ്ട ആവശ്യമില്ല. ബിൽ എടുത്ത് പോകണം, 10,000 വാങ്ങും, 20,000 വാങ്ങും, 50,000 വാങ്ങും. അതുപോലെ പണിയാണ് ദുബായിലെ ഗവൺമെന്റിന്റെ ലൈസൻസ് ഉള്ള ആൾക്കാരെ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ വീഡിയോ ഇടാൻ എല്ലാവർക്കും ഇങ്ങൾക്കും കഴിയും. ഏതെങ്കിലും ഒരു മനുഷ്യനാ ഒന്ന് സഹായിച്ച ലീസ്റ്റ് വലുതെടുത്തിരി. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ സോനാപുരം മയ്യത്ത് സ്കെച്ച് പറഞ്ഞിരി. പിന്നെ മറിയാൻ ആർക്കൊന്നും സഹായിച്ചു കൊടുത്തു ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. പിന്നെ എന്തിനാ ചെയ്യുന്നതിനൊക്കെ കുറ്റം ആക്ഷേപിക്കുന്നത് ആരായാലും. ഞാനല്ല പോട്ടെ, വേറെ ആരാണെങ്കിൽ പറയാവോ? ഒരു ഉപകാരം ചെയ്തു കൊടുക്കും, നാളെ അവരും ചെയ്തു കൊടുക്കുമോ? അതാണ് ഉപകാരം ചെയ്യുന്നവരെ കൂടി പിന്തിരിപ്പിക്കുന്ന വിധത്തിലുള്ള വീഡിയോകളൊക്കെ ഇടുന്നത് വളരെ കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മരിച്ച മയ്യത്തിനെ പറ്റി ഇനി ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും ഓലെ പറ്റി മോശം പറയുന്നവര് ഒരു കാലത്തും റെഡി ആവുന്നു. അള്ളോലെ വിടൂല, ഇനി ഏത് ദൈവങ്ങളായാലും ഓലെ വിടൂല. അതെന്താ, മരിച്ചാൽ അവർക്കും അവരുടെ കുടുംബത്തിനും നാട്ടിലുള്ള ബുദ്ധിമുട്ട്. ഇന്നലെ ഇപ്പോൾ അച്ഛൻ മോൻ മരിച്ച 20 വയസ്സേ ഉള്ളൂ, തൂങ്ങി മരിച്ചതാ. അച്ഛൻ 10 വിളിനെ വിളിച്ചു നാട്ടിൽ നിന്ന്. എന്നാലും മയ്യത്താൽ പോയി, ബോഡി പോയി, മനസ്സിലായെങ്കിൽ. അപ്പൊ ഓലെ വിഷമമുണ്ടല്ലോ, ഓലൊക്കെ പറയുന്നത് ദൈവം കേൾക്കും. അതെ, തീർച്ചയായിട്ടും. ഈ സമയത്ത് മരിച്ച മനുഷ്യൻ ഇന്നലെ പൊരുത്ത വില പെട്ടിയിട്ട് നമ്പർ കൊടുത്ത് വില വിളിച്ചപ്പോൾ സ്റ്റോക്കില്ലായിരുന്നു. പിന്നെ ഫുജേറെന്നാ വിളിച്ചത്. പിന്നെ ഓല നിങ്ങൾ ഫുജേറെന്ന് പെട്ടിയുണ്ടോ, ഞങ്ങൾ വന്നാക്കാം. അങ്ങനെ നിയമം ദുബായിലില്ല. പിന്നെ ഗവൺമെന്റ് എന്തിനാ അന്ന് ടൈറ്റിലോ പറയാ, എന്തിനാണ് ആവശ്യമില്ലാത്തവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്? സത്യം. അത് ഏതായാലും ഇത്രയും കാര്യങ്ങൾ അഷറഫ് പറഞ്ഞതിൽ വലിയ സന്തോഷം. കാരണം ആളുകൾ അറിയേണ്ടതാണത്, അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായിരിക്കും. ഇത് അസുഖം എല്ലാവരും മീഡിയ എല്ലാ സ്ഥലത്തും എത്തിക്കുകയും വേണം. അതെനിക്ക് പറയാനുള്ളത്. എന്താ ആൾക്കാരെ തെറ്റിദ്ധാരണ മാറണം. ഇന്നല്ല ആരാലും പേര് പറയട്ടെ, നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ആരാണ് എടുത്ത ആൾക്കാർ പുറത്തു വരട്ടെ. പക്ഷെ അഷ്റഫ് ഖയുടെ പേര് വരികയാണെങ്കിൽ അഷ്റഫ് ഖ എന്ത് ചെയ്യാൻ, ഇവർക്ക് എന്ത് ചെയ്യാനും തയ്യാറാണ്. അതേസമയത്ത് ഇവർ തയ്യാറുണ്ടോ എന്നാണ് അഷ്റഫ് ഖയുടെ വെല്ലുവിളി. അത് തന്നെ, ഞാൻ 100% ഞാൻ ഏത് കോർട്ടിനോ നമ്മളെന്ന് പറയും, ആരെങ്കിലും ഒരാൾ വരട്ടെ. ഇത് ഇപ്പൊ വീഡിയോ 10,000 ആൾ കാണും അല്ലേ? തീർച്ചയായിട്ടും. പോലെ ആൾക്കാർ ആരെങ്കിലും കുടുംബ ബന്ധക്കാരെ മരിച്ചവരുണ്ടാവും, ഒരു വരട്ടെ. അത്ര പൈസ അല്ല, നിങ്ങളോട് ചായ ചോറൊന്ന് ബിരിയാണി എന്നൊക്കെ പറയട്ടെ. ഇത്രയും ഉറപ്പ് ഞാൻ പറയില്ലേ? അല്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നാണ് പറയുന്നത്. ഇവര് എന്തിനോ തയ്യാറാകും. സത്യം. ഇവര് ആരെ പേര് പറയട്ടെ. ഒരു മനുഷ്യനാരും അതാ ചെയ്യേണ്ടി. പേര് പറയാ, ഇത്ര പൈസ മേടിച്ചിരിക്കുന്നു, എന്റെ വാപ്പ അടിച്ച് 10,000, എന്റെ വാപ്പ 20, അതല്ല ഒരു മര്യാദയാ? ആണോ? പേര് പറഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത്? അല്ലെ പോലീസ് കംപ്ലൈന്റ്, പോലീസില്ല ഇവിടെ? അതെ, വളരെ കണിശമായിട്ട് പോലീസ് അപ്പ പിടിക്കും. തീർച്ചയായിട്ടും. ഇവിടുത്തെ UAE ഗവൺമെന്റ് ഈ കാര്യം 100%, ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ദിർഹം സീന് വാങ്ങുന്നില്ല. ഹോസ്പിറ്റലിലൊന്നും പൈസ ആകുന്നില്ല, ഒക്കെ ഫ്രീ ആയി ചെയ്യുന്നവര്. അത്രയും ചെയ്യുന്ന ഗവൺമെന്റ് ആ UAE ഗവൺമെന്റ്. അങ്ങനത്തെ ഓൽക്കൊണ്ടായി പറയുന്ന 600 രൂപ പെട്ടിട്ടു.
ഓരെന്നെ മേലോട്ടൊക്കെ പോണ്. അല്ല ഒരു പ്രാവശ്യം മാത്രമല്ല, ഒരു പെട്ടിയിൽ ഒരു മയ്യത്ത് 600 രൂപ മേടിച്ച് കൊണ്ടുപോയിക്കുന്നെങ്കിലും ഓക്കെ, അങ്ങനെ കൊണ്ടുപോയിക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് ഇവിടെ ക്യാൻസൽ ചെയ്ത് പൊതുവായത് ഈ സമയത്ത് അഷറഫ് വെല്ലുവിളിക്കുന്നത് 600 ദൃഹത്തിന്, ഇവർ പറഞ്ഞ പോലെ 600 ദൃഹത്തിന് ഏതെങ്കിലും ഒരു മൃതദേഹം നാട്ടിലേക്ക്, ഏതെങ്കിലും നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് വേണ്ട ഉണ്ടെങ്കിൽ അഷറഫ് ഈ നാട്ടിൽ നിന്ന് തന്നെ ഇന്ന് പോയി. ഈ സമയത്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ വിളിച്ച് ക്യാൻസൽ ചെയ്തു. അതാണ് വെല്ലുവിളി. അത് വലിയ എന്താ പറയണ്ടേ, അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാരണം ഞാൻ എൻ്റെ ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്, സ്കൂളുണ്ട്, മദ്രസ ഉണ്ടോ, വണ്ടിയുടെ ഒക്കെ ഇടാനോ ഒക്കെ ഒഴിവാക്കും. എല്ലാ സംഗതി ഒഴിവാക്കിയിട്ട് ഈ ആളുകളെ പൊതുജനങ്ങളെ മുമ്പിൽ വെച്ചിട്ട് എന്റെ ഗോൾഡൻ പീസാ, മക്കളുടെ ഗോൾഡൻ പീസാ, ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. UAE നിന്നാണ് ക്യാൻസൽ ചെയ്ത്. ഒരു പെട്ടിയിൽ ഒരു മരിച്ച മനുഷ്യനെ വലിയ കയറ്റി വിട്ട് തന്നാ, ഒറ്റ പെട്ടിയിൽ 100,000 ഒന്നും ഞാൻ പറയുന്നുണ്ട്, ഒരൊറ്റ വലിയ ഒരു പെട്ടിക്ക് 600 ദൃഹം മാത്രമാണ് ചെലവ് എന്നാണ് പറഞ്ഞത്. അത് ഏതെങ്കിലും ഒരൊറ്റ പെട്ടിയെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ എന്നാണ് അഷറഫ് ചോദിക്കുന്നത്. ഇവർ കൊണ്ടുപോയിക്കുന്നത് ഒരു പെട്ടി. പിന്നെ ചെറിയ മക്കൾ കൊണ്ടുപോയിണ്ടാവും, പ്രസവിച്ച മക്കൾ, അതിന് 600, 500 ഉള്ളൂ, 500, 400 ഉള്ളൂ. അതെ, ചെറിയ കുട്ടികളുടെ ചെറുത് പ്രസവിക്കുമ്പോൾ ഇരിക്കുകയല്ലോ, 1 മാസം 2 ആളുള്ള, അത് ചെറിയ പെട്ടിയാ, അത് 400, 500 ഉള്ളൂ. ശരിയാ. അല്ലാതെ ഒരു വലിയ മനുഷ്യന്റെ വേണ്ട. ഇത് വലിയ തെളിയിച്ചെന്നാൽ തെളിയിച്ചില്ലെങ്കിൽ വലിയ ക്യാൻസൽ ചെയ്ത് പോവോ? ഇപ്പൊ അറിയുന്ന വീഡിയോ ഏതെടുത്തും പോവോ? അതാണ് ചോദിക്കുന്നത്. മറുചോദ്യമുണ്ട്. ഈ തെറ്റായ പ്രചാരണം നടത്തിയ ആളുകള് ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകാൻ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം കൂടി അഷറഫ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ വലിയ നമ്പറും കൊടുക്കുക, ഇതിൽ വിളിച്ചാൽ പെട്ടി കിട്ടും, ഇവരോട് ചോദിച്ചാൽ മതി. പിന്നെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, അതിൽ വേറൊരു വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞില്ലേ, സോന എംബാമിങ്ങിൽ എന്താ ഫോറൻസിക്കിൽ വന്നാൽ അപ്പൊ തന്നെ പേപ്പർ ഇട്ടും. ഇവർക്ക് നിയമവും കാര്യമൊന്നുമില്ലേ, പേപ്പർ എഴുതിയിട്ട് ഫോറൻസിക്കിൽ ഒരാൾക്കും പേപ്പർ കൊടുക്കൂല. ഫോറൻസിക് പേപ്പർ കൊടുക്കുന്ന സംവിധാനം ഇല്ല ഇവിടെ. ഇല്ല, എനിക്കറിയാം. ഒന്ന് കോർട്ട് നിട്ടു, അല്ലെ പോലീസ് സ്റ്റേഷൻ നിട്ടു. അതെ അതെ, ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ട് എനിക്ക് അറിയാം. എത്രയോ കയറ്റിയിട്ടുണ്ട്, എത്രയോ നിങ്ങളുടെ സഹായത്തോടെ 600 രൂപ വാങ്ങിച്ചിട്ട് ബാക്കി പൈസക്കല്ല. അത് കൗൺസിലേറ്റ് ഇങ്ങനെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇത് കേൾവിക്കാരാണല്ലോ. നമ്മളെപ്പോലെ ഇതിന് ഒരു മൃതദേഹം കൂടി കയറ്റി അയക്കാത്ത ആൾക്കാർ കേൾക്കുന്ന സമയത്താണ് അല്ല അത് ശരിയായിരിക്കും, അഷറഫ് ഭയങ്കര എന്നൊരു മനസ്സിലേക്ക് ഈ മൃതദേഹം എന്ന് പറയുമ്പോൾ അഷറഫിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഫസ്റ്റ് ഏതൊരു പ്രവാസിയുടെ മുന്നിലും അഷറഫിന്റെ പേര് വരും. അഷറഫ് ഭയങ്കര തട്ടിപ്പാണല്ലോ എന്നൊരു ധാരണ അറിയാത്ത ആൾക്കാർക്ക്, അറിയുന്നവർക്കുണ്ടാവും, ഒരു മൃതദേഹം പോലും കയറ്റി അയക്കുന്നവർക്കുണ്ടാവില്ല.